നമസ്കാരം. മൂകാംബിക യാത്ര മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ റൂമിലെത്തി ഫ്രഷായി. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പാണ്. സമയം 11 മണിയാകുന്നു. ഓക്കെ, അപ്പോൾ ക്ഷേത്രത്തിലെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. അപ്പോൾ നമ്മുടെ കൂടുതൽ ചങ്കുകളെല്ലാം റെഡി ആയിരിക്കുന്നത് കണ്ടോ. ഓക്കെ, അപ്പോൾ രാവിലെ അമ്പലത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞങ്ങളാരും ഫുഡ് കഴിച്ചില്ല. ഇവിടെ 1-2 ഗുളിക കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം അവർക്കെല്ലാം പ്രശ്നമാണ്. അപ്പം ഇവിടെ താഴെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നാണ്ടേ സൗപർണിക വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. ഫുഡ് ഉണ്ടോ എന്നുള്ള കാര്യം 11 മണിയായി. ഫുഡ് കിട്ടിയ ഭാഗ്യം. അപ്പോൾ ഈ സൗപർണിക ഹോട്ടൽ ഇപ്പം നടത്തുന്നത് നമ്മുടെ സന്ദീപാണ് കേട്ടോ. ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന റൂംസിൻ്റെ ഉടമ സന്ദീപാണ്. അപ്പോൾ സന്ദീപേ ബാ കേട്ടോ. അപ്പോൾ സന്ദീപിനെ നമ്മൾ നേരത്തെ മൂകാംബിക വീട്ടിൽ 1-2 പരിചയപ്പെടുത്തില്ല. പക്ഷേ ഇപ്പോൾ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സന്ദീപ് ഇപ്പോൾ ഇവിടെ ഈ റെസ്റ്റോറൻറ്റ് നടത്തുക അല്ലേ? ഇപ്പോൾ എത്ര, ഒരു വർഷമായി? ഇപ്പോൾ ഒരു വർഷമാവാണ്. ഒരു ആഴ്ച കൂടെ കഴിയുമ്പോൾ ഒരു വർഷം. ഓക്കെ, എന്തേ സൗപർണിക എന്തേ ബാ സോനു ബാ. അപ്പോൾ പിന്നെ എങ്ങനെ പോകുന്നു ബിസിനസ്സൊക്കെ? നല്ലതായിട്ട് ഫുഡാണ്. ഓക്കെ, പിന്നെ ഇപ്പോൾ കുറച്ചെല്ലാം അറിയപ്പെട്ട് വരുന്നു. ഓക്കെ, അതുകൊണ്ട് എല്ലായിടത്തും കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ മേൽനോട്ടം വഹിക്കുന്ന ആൾ അവിടെ വഹിക്കുന്നു. എങ്ങനെ പോകുന്നു ബിസിനസ്സൊക്കെ? നല്ലതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ മൂകാംബികയിലേക്ക് എത്തുമ്പോൾ എന്താണ് ഇവിടെ എത്തുക. താമസിക്കാനും ഭക്ഷണവും എല്ലാം ഇവിടെ തന്നെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ അടുത്തിട്ട് കഴിച്ചു തുടങ്ങി. അപ്പം ഞങ്ങളെല്ലാവരും പ്ലെയിൻ ദോശ പറഞ്ഞു. അളിയനും പ്ലെയിൻ ദോശ അല്ലേ? അളിയൻ എന്താ? അളിയൻ മസാല ദോശ. ഓക്കെ, ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇതാ ഇവിടെ എല്ലാം അലങ്കരിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ആർച്ച് 2 സൈഡിലും സീരിയൽ ബൾബൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതാ ഇവിടുത്തെ പോസ്റ്റ് ഓഫീസാണ് കേട്ടോ. അപ്പോൾ ഈ കൊടിയേറിയ കാര്യം നമ്മൾ അറിയത്തില്ലായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ വരുമ്പോഴാണ്, ഇന്നലെയാണ് കൊടിയേറിയത്. അപ്പോൾ ഇത് ഉത്സവമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു മണ്ഡപമാണ് ഇവിടെ. ഇവിടേക്ക് വരുന്നവർക്ക് താമസിക്കാൻ ഇഷ്ടംപോലെ റൂം കിട്ടും. പക്ഷേ സീസൺ സമയത്ത് അടുക്കാൻ പറ്റത്തില്ല. 500 രൂപ മുതൽ മുകളിലോട്ട് പല റേഞ്ചിലുള്ള റൂം കിട്ടും. AC, നോൺ AC, ഡീലക്സ് എന്ന് വേണ്ട പല തരത്തിൽ. പക്ഷേ സീസൺ സമയത്ത് അടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ കുഴപ്പമില്ല. ഈ ദേവി കൃപ എന്ന് പറയുന്ന ലോഡ്ജൊക്കെ പണ്ട് മുതലേ ഉള്ളതാണ്. പിന്നീടാണ് ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ളതൊക്കെ വന്നത്. ഇവിടുന്ന് അങ്ങോട്ട് അമ്പലത്തിൻ്റെ 4 ചുറ്റും ഇഷ്ടംപോലെ ലോഡ്ജുകളും ഹോട്ടലുകളും. അതുപോലെ ഇവിടെ കേരള ഹോട്ടൽ കേട്ടോ, ഒരെണ്ണം അടഞ്ഞിടക്കുക. അപ്പോൾ എനിക്ക് സീസൺ അല്ലാത്തതുകൊണ്ട് എനിക്കൊന്ന് തിരക്കില്ലാത്തതുകൊണ്ട് അടച്ചിട്ടേക്കാണ്. അതുപോലെ ഈ കിടക്കുന്ന ജീപ്പെല്ലാം കുടജാദ്രിക്ക് പോകാനുള്ള ജീപ്പാണ്. ഇപ്പോൾ കുറവാണ്, പിന്നെ കഴിയുമ്പോൾ ജീപ്പുകളൊക്കെ വരും. ഉച്ചയാകുമ്പോഴത്തേക്ക് മിക്കവാറും ആൾക്കാർ പോകാൻ തുടങ്ങത്തുള്ളൂ. അതുപോലെ പോലീസ് സ്റ്റേഷൻ ഇവിടെയൊക്കെ പണി നടക്കുന്നുണ്ട്. റോഡിൻ്റെ വീതി കൂട്ടുന്നുണ്ട്. ഇവിടെയൊക്കെ ഭയങ്കര പൊടിയും. അവിടെ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്ടോ. പൊടി ശല്യം കാരണം വെള്ളം ഒഴിക്കുന്നുണ്ട്. അമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാനുള്ള ക്യൂ പുറത്തേക്ക് നീളുമ്പോൾ അവിടെ നിൽക്കാൻ വെയിലും മഴയും കൊള്ളാതെ നിൽക്കാനുള്ള ഇവിടെ ഷീറ്റിട്ടുണ്ട്. നമുക്കിവിടെ ചെരുപ്പ് ഇവിടെ തന്നെ ഒരു പിന്നെ പൈസ കൊടുത്ത് വെക്കാനുള്ള സ്ഥലമുണ്ട്. പിന്നെ അല്ലാതെ അമ്പലത്തിൻ്റെ മുമ്പിലുമുണ്ട് കേട്ടോ. ഈ കാണുന്നതൊക്കെ ക്ഷേത്രത്തിലെ അടികമാരുടെ, ഇവിടുത്തെ ഈ തന്ത്രിമാരുടെയൊക്കെ വീടുകളായി കാണുന്ന ഈ കടയ്ക്ക് തൊട്ടുപുറകിൽ കാണുന്നത്. ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എല്ലാം അലങ്കരിച്ചിട്ടുണ്ട്, പന്തലിട്ടിട്ടുണ്ട്. അതുപോലെ അങ്ങ് ദൂരെ കാണാം രഥോത്സവം. ഉത്സവം അവസാനിക്കുന്നത് 24-ാം തീയതി ആണെങ്കിലും രഥോത്സവം നടക്കുന്നത് 22 ശനിയാഴ്ചയാണ്. അതിൻ്റെ ഭാഗമായിട്ട് രഥം ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ട് ഇവിടെ ഒരു ആന ഉണ്ടായിരുന്നു. അതിൻ്റെ സ്ഥലം, ആന നിന്ന സ്ഥലമായി കാണുന്നു. ഇപ്പോൾ അവിടെ 2 പശുക്കിടാവിനെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അമ്പലത്തിൻ്റെ നേരെ മുൻവശത്ത് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് ഒരു പാലമുണ്ട്. ആ പാലം അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ തന്നെ അവിടെ കുറേ ലോഡ്ജുകളും അതുപോലെ റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ അമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കാം. ഇവിടെ എന്തൊക്കെ പൂജ തുടങ്ങുന്നതിൻ്റെ മേളമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്.
ഉത്സവമായതുകൊണ്ട് തന്നെ അകത്ത് നല്ല രീതിയിൽ പന്തലിട്ടിട്ടുണ്ട്. അതുപോലെ നല്ല തിരക്കുണ്ട് കേട്ടോ. ഉച്ചയ്ക്ക് നല്ല തിരക്കുണ്ട്. നല്ല ക്യൂ ആണ് കാണുന്നത്, കണ്ടില്ലേ? ക്ഷേത്രത്തിലേക്ക് പ്രവേശിച്ചാൽ ആദ്യം പുറത്തുള്ള ഉപദേവന്മാരെ ദർശിച്ചതിന് ശേഷം വേണം അകത്തേക്ക് പ്രവേശിക്കാൻ. ക്ഷേത്രത്തിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് വിവിധ തരത്തിലുള്ള പൂജകൾ ചെയ്യാൻ സാധിക്കും. 50 രൂപ എന്നുള്ള കുങ്കുമാർച്ചന മുതൽ കുടുംബാർച്ചന, അങ്ങനെ ഒരുപാട് പൂജകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് കുടുംബാർച്ചന. കുടുംബാർച്ചന പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളോടൊപ്പം കുടുംബാംഗങ്ങളാരും എത്തിയില്ലെങ്കിൽ പോലും അവരുടെ പേരും നാളുമൊക്കെ പറഞ്ഞ് ഇവിടുത്തെ ഒരു ആചാര്യനെ കണ്ട ആചാര്യൻ പറയുന്നതനുസരിച്ചുള്ള മന്ത്രങ്ങൾ ചൊല്ലി നമുക്ക് അർച്ചന സമർപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിൻ്റെ രസീത് കൊണ്ടും വിവിധ കൗണ്ടറുകൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രസാദം കിട്ടും. ഏറ്റവും ഒടുവിൽ നെയ്വിളക്ക് സമർപ്പിക്കുക. അങ്ങനെയാണ് ആ പൂജ അവസാനിക്കുന്നത്. പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പേന കൊണ്ടുവന്ന് പൂജിച്ച് വാങ്ങിക്കാൻ പറ്റും. അതുപോലെ തന്നെ ചരട് ജപിച്ച് വാങ്ങിക്കാൻ പറ്റും. പിന്നെയുള്ളത് ലഡു പ്രസാദം, 2 എണ്ണം 50 രൂപയാണ്. നമുക്ക് എത്ര വേണമെങ്കിലും വാങ്ങിക്കാം. പിന്നെ അന്നദാനം, നമുക്ക് ഉച്ചയ്ക്കും വൈകിട്ടും അന്നദാനം ഫ്രീ ആയിട്ട് കിട്ടും. ഇന്നിപ്പോൾ ഉത്സവമായിട്ട് നല്ല തിരക്കുണ്ട്. അപ്പോൾ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള തിരക്കാണ് ഈ കാണുന്നത്. അന്യായ തിരക്കാണ്. ഇപ്പോൾ സമയം 11:40. ഞങ്ങളെന്തായാലും സ്പെഷ്യൽ ക്യൂ കൂടെയാണ്. വിനോദിൻ്റെ കെയർ ഓഫിൽ ഞങ്ങൾ സ്പെഷ്യൽ ക്യൂവിനാണ് കയറി. ഇത് സ്പെഷ്യലായിട്ട് ദർശനം 100 രൂപ ഈ ദർശനത്തിൽ, അല്ലേ? അതോ സ്പെഷ്യൽ ദർശനം എഴുതിയത്. അപ്പോൾ ഇപ്പോൾ നട അടച്ചേക്കുക, അവിടെ പൂജ നടക്കുന്നു. അപ്പോൾ ഈ വരുന്ന 22 മാർച്ച് 22-നാണ് മഹാരഥോത്സവം. 25-ന് അവസാനിക്കും. 25-ന് ഉത്സവം അവസാനിക്കും. അങ്ങനെ സുഖമായിട്ട് ഞങ്ങൾ ദർശനം നടത്തി പുറത്തിറങ്ങി. നമുക്ക് അമ്പലത്തിനകത്ത് മൊബൈൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല, അത് ശരിയല്ല. അപ്പോൾ ഉച്ചശീവേലി നടക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഒരു പ്രത്യേകത ഞാൻ കാണിച്ചു തരാം, നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. ഇവിടെ ഇപ്പോൾ എഴുന്നള്ളിക്കുന്ന ഒരു വിഗ്രഹമല്ല, 2 വിഗ്രഹമുണ്ട്. അതിന് കാരണം പണ്ട് ഒരു വിഗ്രഹം മോഷണം പോവുകയുണ്ടായി. അപ്പോൾ അതിന് പകരമായിട്ടുണ്ടാക്കിയ വിഗ്രഹം, ഇത് ഉണ്ടാക്കിയതിന് ശേഷം പഴയ വിഗ്രഹം തിരിച്ചു കിട്ടി. പിന്നെ അതിന് ശേഷം ഇവിടുത്തെ വിശേഷാൽ പൂജകൾക്കെല്ലാം 2 വിഗ്രഹങ്ങൾ എഴുന്നള്ളിക്കാറുണ്ട്. അങ്ങനെയാണ് ഞാൻ കഥ കേട്ടത്. ശരിയാണോ എന്ന് നിങ്ങൾ ആർക്കെങ്കിലും അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം. ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരിടമാണ് സരസ്വതി മണ്ഡപം. കുഞ്ഞുങ്ങൾ ആദ്യാക്ഷരം കുറിക്കുകയും അതുപോലെ ക്ഷേത്രകലകളിൽ അരങ്ങേറ്റം കുറിക്കുകയും ചെയ്യുന്ന ഇടമാണ് സരസ്വതി മണ്ഡപം. ഇവിടെ നവരാത്രി നാളിൽ അത്യപൂർവമായ തിരക്കാണ് ഉണ്ടാകാറ്. ഹായ്. അപ്പം ഞങ്ങൾ ഉച്ചയ്ക്ക് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഫുഡെല്ലാം കഴിച്ച് റൂമിൽ വന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞാനൊരു ചെറിയൊരു ഇൻ്റർവ്യൂ എടുക്കാൻ പോയി. അതായത് നമ്മുടെ സന്ദീപിൻ്റെ അച്ഛനെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്യാൻ പോയായിരുന്നു. ഏകദേശം 58 വർഷം അതേ ഇവിടെ വന്നിട്ട്. അപ്പോൾ ആ ഇൻ്റർവ്യൂ ഒരു പ്രത്യേക വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഇൻ്റർവ്യൂ എടുക്കാൻ പോയ സമയം കൊണ്ട് നമ്മുടെ കൂടെയുള്ള ചങ്ങാതിമാരെല്ലാം കൂടെ സൗപർണികയിലേക്ക് വന്നു. അവർ പതുക്കെ നടന്ന് സൗപർണികയിലേക്ക് വന്നു. അപ്പോൾ ഞാനും കൂടെ നമ്മുടെ ഇൻ്റർവ്യൂ എല്ലാം എടുത്ത് കഴിഞ്ഞപ്പോൾ നേരെ സൗപർണികയിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുക.
സൗപർണിയിലൊക്കെ ആദ്യം വരുന്ന സമയത്തെ ഇവിടെ ഒന്നുമില്ലായിരുന്നു. ഒരു കടയും പിന്നെ ആ ഗണപതി അമ്പലത്തിൻ്റെ അവിടെ ചെറിയൊരു കുരിയാല പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഉത്സവം നടക്കില്ലേ ഇപ്പം. അപ്പോൾ ഇവിടാണ് ആറാട്ട് നടക്കുന്നത് കേട്ടോ. അമ്മ ഇവിടെ വന്ന് സൗപർണികയിൽ ആറാടുന്നത്. നിങ്ങൾ തോർത്തെടുത്തില്ലേ? കൊള്ളാം. വെള്ളം ഒഴിക്കുന്നുണ്ട്. സൗപർണികയിലാണ് നല്ല തണുപ്പുള്ള വെള്ളം. ഞാൻ വിചാരിച്ച് വെള്ളം കുറവായിരിക്കും. അപ്പം ഞാൻ മാത്രം ഇറങ്ങിയിട്ടുണ്ട്. അതിലെല്ലാം അവിടെ കാല് മാത്രം നനച്ചിട്ടിരിക്കുക. ഇപ്പോൾ സൗപർണികയിലെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വന്ന് അമ്പലത്തിലോട്ട് പോവാം ദീപാരാധന കണ്ടുവിടാൻ. ഇത് ആലപ്പുഴ മൂകാംബിക വണ്ടി കേട്ടോ. ഇവിടെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ അതുകൂടാതെ ഇവിടെ അരങ്ങേറ്റം നടക്കും. അരങ്ങേറ്റം വലിയ രീതിയിലൊക്കെ നടത്തുന്നത് ഈ സ്റ്റേജിൽ വെച്ചാട്ടോ. ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ നടയായത് ഈ വേദിയിൽ വെച്ചാണ് അരങ്ങേറ്റം നടക്കുന്നത്. എൻ്റെ മോൾ ഉൾപ്പെടെ ഈ വേദിയിൽ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. നമ്മുടെ വാണീശ്വരി നൃത്ത വിദ്യാലയം കരുനാഗപ്പള്ളി ആ ടീമിൻ്റെ കൂടെ. ഇപ്പോൾ വൈകിട്ട് 5:30 ഇപ്പോൾ തിരക്ക് നന്നേ കുറവാണ്. അപ്പോൾ ക്ഷേത്രത്തിലെ ദീപാലങ്കാരങ്ങളൊക്കെ തെളിഞ്ഞു. അപ്പോൾ മൂകാംബിക യാത്രയുടെ 2ാമത്തെ വീഡിയോ ഇന്നിവിടെ അവസാനിക്കുകയാണ്. ക്ഷേത്രത്തിലാണ് ഇപ്പോൾ ദീപാരാധന നടക്കാൻ പോകുന്നത്. ദീപാരാധന കണ്ടതിന് ശേഷം ഈ വീഡിയോ ഇപ്പോൾ അവസാനിപ്പിക്കാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോ എന്ന് വെച്ചാൽ നാട്ടിലേക്കുള്ള യാത്ര. പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ KSRTC ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട് മംഗലാപുരം വരെ. നാളെ രാവിലെ മംഗലാപുരത്ത് നമ്മുടെ വന്ദേ ഭാരതിനകത്ത് കൊല്ലത്തിൽ. ഓക്കെ, ആ വീഡിയോ അടുത്ത ദിവസം. അപ്പം ഞങ്ങളുടെ ഇവിടെ ട്രെയിനിനകത്തുണ്ടായിരുന്ന ചേച്ചിയും ചേട്ടനും കേട്ടോ. ഇവരുടെ കൂടെ വേറെ 2 പേരുണ്ട് ഇല്ലേ? ആ ഓക്കെ. കൊല്ലം കരുനാഗപ്പള്ളി. ഏതാ? അത് മതി.